വെൽക്കം ടു ലൈഫ് സയൻസ് അക്കാഡമി. നോക്കുക, ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വീഡിയോവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് CSIR എക്സാം ഗെയിം പ്ലാൻ, ലൈഫ് സയൻസ് CSIR എക്സാം എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, അതിൻ്റെ ഒരു ഗെയിം പ്ലാൻ, അതുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എക്സാം സ്ട്രാറ്റജീസ് ആണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കുക, ലൈഫ് സയൻസ് അക്കാഡമിയുടെ മുൻ വർഷങ്ങളിലെ റിസൾട്ട് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഡിസംബറിൽ 240 റിസൾട്ടാണ് നമ്മൾക്കുള്ളത്. 73 JRF, 60 നെറ്റ്, 107 PhD ഉൾപ്പെടെ 240 റിസൾട്ട്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണെങ്കിൽ 2025 ജൂലൈ എക്സാമിൽ 56 JRF, 42 നെറ്റ്, 73 PhD കാറ്റഗറി 3 ഉൾപ്പെടെ 171 റിസൾട്ടാണ്. അല്ലെങ്കിൽ നോക്കുക, നമ്മൾ ഈ കഴിഞ്ഞ 2022 മുതൽ 25 വരെയുള്ള റിസൾട്ട് 1199 കുട്ടികൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി, ആ ഒരു ഗെയിം പ്ലാൻ ആണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കുക, അപ്പോൾ അതിനകത്ത് ഇന്ന് ഞാൻ ഒരു സ്ട്രാറ്റജി മാത്രം, എന്താണ് CSIR എക്സാം എഴുതേണ്ട ഒരേ ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മറ്റ് സ്ട്രാറ്റജി ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. നോക്കുക, ഹൗ മെനി ക്വസ്റ്റ്യൻസ് ടു അറ്റൻഡ്, അല്ലെ? ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി, എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്കറിയാം CSIR എക്സാം നോക്കുക, പാർട്ട് 3 പാർട്ടായിട്ട്, A പാർട്ട്, B പാർട്ട്, C പാർട്ട്, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. അതിൽ A പാർട്ടിൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് മാക്സിമം 15 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. മാക്സിമം 15 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. B പാർട്ടിൽ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറ്റൻഡ് ചെയ്യാൻ പറ്റുക ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ്. C പാർട്ടിൽ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം? A പാർട്ടിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? B പാർട്ടിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? C പാർട്ടിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? അല്ലേ? നിങ്ങൾക്കറിയാം ലൈഫ് സയൻസ് അക്കാഡമിയുടെ റിസൾട്ട്, ഒരിക്കൽ കൂടി റിസൾട്ട് നിങ്ങൾക്കറിയാം. ഈ റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് നേടിയെടുത്തത്, ഇതിനൊരു സ്ട്രാറ്റജി, ആ ഗെയിം പ്ലാൻ ആണ് ഇന്ന് ഇവിടെ പറയുന്നത്, അല്ലേ? നോക്കുക, A പാർട്ട്, C പാർട്ട്, A പാർട്ട്, B പാർട്ട്, C പാർട്ട്. ആദ്യം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഏത് പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഏത് പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ C പാർട്ടിൽ നിന്നാണ് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെ? ഓർഡർ എങ്ങനെയാണ്? ആദ്യം C പാർട്ട്, ദെൻ B പാർട്ട്, ദെൻ A പാർട്ട്. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. എന്തുകൊണ്ട് C പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, C പാർട്ടിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. C പാർട്ടിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 25 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ C പാർട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക്, C പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്താൽ മിക്ക കുട്ടികൾക്കും ഈ 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 25ഓളം ക്വസ്റ്റ്യൻ അറിയാവുന്നത് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. 75 ക്വസ്റ്റ്യൻ, 25 എണ്ണം ചോയ്സസ് അത്രയും ഉണ്ട്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് C പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. C പാർട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷമാണ് B പാർട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. B പാർട്ട് നോക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 50 ക്വസ്റ്റ്യൻ, അതിനകത്ത് 35 എണ്ണം അറ്റൻഡ് ചെയ്യണം. അത്രയും ചോയ്സസ് ഇല്ല, C പാർട്ടിന് അത്രയും ചോയ്സസ് ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ, അല്ലെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കാം. എല്ലാം നമ്മൾക്ക് അറിയണം എന്നില്ല. അപ്പോൾ നമ്മൾ കോൺഫിഡൻസ് പോവും. ആ കോൺഫിഡൻസ് പോവാതിരിക്കാനാണ് Cയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ A പാർട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം? C പാർട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ? ഓർഡർ എങ്ങനെയാ? ആദ്യം C, ദെൻ B, അതിനുശേഷം A. ഇങ്ങനെയായിരിക്കണം. ഫസ്റ്റ് C പാർട്ട്, സെക്കൻഡ് B പാർട്ട്, തേർഡ് ആണ് A പാർട്ട്. ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിലതൊരു ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കാര്യം കൂടെ പറയാൻ നോക്കുക. C പാർട്ടിൽ നിന്ന് മാക്സിമം നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 100 മാർക്കാണ്. B പാർട്ടും A പാർട്ടും കൂടെ മാക്സിമം നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 100 മാർക്സ് ആണ്, അല്ലേ? ഇനി ക്വസ്റ്റ്യൻസിന്റെ വലിപ്പം നോക്കിയാൽ C പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് കമ്പാരിറ്റീവ്ലി അനലിറ്റിക്കൽ ആൻഡ് കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസ് C പാർട്ടിലാണ്. B പാർട്ടിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. A പാർട്ടിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ചെറിയ ക്വസ്റ്റ്യൻസിന് വേണ്ടി 100 മാർക്ക്, വലിയ ക്വസ്റ്റ്യൻസിന് വേണ്ടി 100 മാർക്ക്. അപ്പോൾ ടൈം ഇൻവെസ്റ്റ്മെന്റ്, കൂടുതൽ ടൈമും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? C പാർട്ടിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ 3 മണിക്കൂർ എക്സാമിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓൾമോസ്റ്റ് ഒരു 2 അവേഴ്സ് C പാർട്ടിന് വേണ്ടി കൊടുക്കുക. റിമൈനിങ് 1 അവർ, അല്ലെ, B പാർട്ട് ആൻഡ് A പാർട്ട്. ഇതായിരിക്കണം സ്ട്രാറ്റജി. ക്ലിയർ ആണല്ലോ? ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് C പാർട്ട്, ദെൻ B പാർട്ട്, ദെൻ A പാർട്ട്. ടൈം ഇൻവെസ്റ്റ്മെന്റ്, മോർ ടൈം ഫോർ C പാർട്ട്. ഇങ്ങനെയായിരിക്കണം ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു, ഇന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നമ്മൾ C പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. C പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇനി എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? C പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര ക്വസ്റ്റ്യൻ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? എത്ര ക്വസ്റ്റ്യനാ പറഞ്ഞു? എത്രയാ ക്വസ്റ്റ്യനാ? 25 ക്വസ്റ്റ്യൻ ആണ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിനി എത്രയാണ് അറ്റൻഡ് ചെയ്യണം?
അല്ലേ? എത്രയാണ് അറ്റൻഡ് ചെയ്യണം? ചില ആൾക്കാർ പറയാറുണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അവിടെ ശരി ഉത്തരത്തിന് 4 മാർക്ക്, 4 മാർക്സ് ആണ് ഫോർ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ 4 മാർക്സ്. നെഗറ്റീവ് 1 മാർക്ക് ഉണ്ട്, നെഗറ്റീവ് 1 മാർക്ക്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമാണോ അറ്റൻഡ് ചെയ്യേണ്ടത്, അതോ ചാൻസ് എടുത്ത് മുഴുവൻ അറ്റൻഡ് ചെയ്യണോ? അല്ലേ? ഞാനൊരു കണക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ സപ്പോസ് ഈ പാർട്ടിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് 25 ക്വസ്റ്റ്യൻ ആണ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നത് 15 15 ഷുവറാണ്. നിങ്ങൾ 15 മാത്രം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന സ്കോർ 15 × 4 ദാറ്റ് ഈസ് ഈക്വൽ 60 മാർക്ക്. 60 മാർക്കേ കിട്ടുള്ളൂ. ഷുവർ മാത്രം എഴുതിയാൽ 60 മാർക്കേ കിട്ടുള്ളൂ. ഇനി ചാൻസ് എടുക്കാൻ ഇനി എത്ര ക്വസ്റ്റ്യൻ കൂടി ചാൻസ് എടുത്ത് എഴുതാനുണ്ട്? കറക്കി കുത്താൻ ഇനി എത്ര ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്? അല്ലെ, കറക്കി കുത്തുക. എത്ര ക്വസ്റ്റ്യൻ ഇനി കറക്കി കുത്താൻ? ചാൻസ് എടുത്ത് എഴുതാൻ 10 ക്വസ്റ്റ്യനും കൂടി ചാൻസ് എടുത്ത് എഴുതാം. അപ്പോൾ ചോദ്യത്തിന് നെഗറ്റീവ് മാർക്കിംഗ് വരില്ലേ? നെഗറ്റീവ് മാർക്കിംഗ് വരില്ലേ? ചാൻസ് എടുത്ത് എഴുതിയാൽ 10 ക്വസ്റ്റ്യൻസ് ചാൻസ് എടുത്ത് എഴുതിയാൽ നെഗറ്റീവ് മാർക്കിംഗ് വരില്ലേ? വരും. നെഗറ്റീവ് മാർക്കിംഗ് വരും. ഇപ്പം നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് വെച്ച് നെഗറ്റീവ് മാർക്ക് വരും. നിങ്ങളുടെ ടോട്ടൽ സ്കോർ 50 ആയിട്ട് പോകും. അപ്പോൾ ചാൻസ് എടുക്കണോ? അല്ലേ? ഇപ്പം ഇവിടെ ഒരു ലോജിക്ക് കണക്ക് മനസ്സിലാക്കുക. 15 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ അകത്ത് ഒരെണ്ണമെങ്കിലും തെറ്റിപ്പോയാൽ, നിങ്ങൾ ഷുവറാണെന്ന് വിചാരിക്കുന്നു, ഒരെണ്ണമെങ്കിലും തെറ്റിപ്പോയാൽ, അല്ലേ, ഒരു റോങ് ആൻസർ വന്നാൽ നിങ്ങളുടെ സ്കോർ നോക്കുക, നിങ്ങൾക്ക് നെഗറ്റീവ് 5 മാർക്കിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും. മനസ്സിലായില്ല? ഷുവർ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം തെറ്റിയാൽ, നോക്ക് ഞാൻ കണക്ക് പറഞ്ഞുതരാം. ഷുവർ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം തെറ്റിയാൽ നിങ്ങളുടെ സ്കോർ ഇപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 60 എന്ന് പറയുന്ന 55 മാറും. എങ്ങനെ? ഷുവർ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം തെറ്റിയാൽ നിങ്ങളുടെ ഇപ്പോൾ ശരി ഉത്തരം 14 ഒരെണ്ണമാണ് റോങ്. നിങ്ങളിതെല്ലാം ശരിയാണ് എന്നാണ് വിചാരിച്ചത്. എല്ലാത്തിനും 4 മാർക്ക് വെച്ച് കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ഓക്കെ, 14 ശരിയായാൽ, 14 ശരിയായാൽ എത്ര മാർക്കേ വരുള്ളൂ? 14 ശരിയായിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കേ വരത്തുള്ളൂ? 10 × 4 40, 4 × 4 എത്രയാ? 16. എത്ര മാർക്കേ വരത്തുള്ളൂ? നമ്മൾക്ക് 56 മാർക്കേ വരത്തുള്ളൂ. ഓക്കെ, ഒരെണ്ണം തെറ്റിപ്പോയാൽ ഒരെണ്ണത്തിന്റെ നെഗറ്റീവ്, ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് വരും? -1. അതായത് നമ്മുടെ സ്കോർ എത്ര വരും? 55. കണ്ടോ? 15 ഷുവറായിട്ട് അറിയാവുന്ന കുട്ടി, 15 ഷുവറായിട്ട് അറിയാവുന്ന കുട്ടി 15 മാത്രം അറ്റൻഡ് ചെയ്തു. മുഴുവനും ശരിയാണെങ്കിൽ 60 മാർക്കേ വരുള്ളൂ. ഒരെണ്ണമെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങളുടെ ടോട്ടൽ സ്കോർ 55 മാർക്കായി മാറും. 5 മാർക്കിന്റെ കുറവുണ്ടാകും. 2 തെറ്റിപ്പോയാൽ 10 മാർക്കിന്റെ കുറവ്, 3 തെറ്റിപ്പോയാൽ 15 മാർക്കിന്റെ കുറവ്. ഇനി കൂടുതൽ തെറ്റിയാൽ ഒന്നും കിട്ടാനുണ്ടാവില്ല, മാർക്കേ ഒന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ ഷുവർ മാത്രം എഴുതുന്നിടത്ത് എന്താണ്? ഒരു അബദ്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചാൻസ് എടുത്ത് എഴുതുക. ഇപ്പൊ 15 ക്വസ്റ്റ്യൻ അറിയാവുന്ന കുട്ടി 15 ശരിയാണെങ്കിൽ 60 മാർക്ക്. ചാൻസ് എടുത്ത് എഴുതാൻ പറഞ്ഞു. ചാൻസ് എടുക്കുക. ചാൻസ് എടുക്കുമ്പോൾ എത്ര എണ്ണം ചാൻസ് എടുക്കാനുണ്ട്? 10 ഉണ്ട് ചാൻസ് എടുക്കാൻ. നിങ്ങളൊന്ന് പറ, നിങ്ങൾ വെറുതെ 10 ചാൻസ് എടുത്താൽ എത്ര എണ്ണമെങ്കിലും ശരിയാകാം? ഇനി സപ്പോസ് 10 തെറ്റിപ്പോയി, നിങ്ങൾ ചാൻസ് എടുക്കുന്ന 10 തെറ്റിപ്പോയാൽ 10 × -1 അല്ലെ, -10, നിങ്ങളുടെ സ്കോർ 50 മാർക്കായി മാറും. ഇനി സപ്പോസ് ഈ 10 ചാൻസ് എടുക്കുന്നതിൻ്റെ അകത്ത് 2 ശരിയായാൽ, 10 ചാൻസ് എടുക്കുന്നതിൻ്റെ അകത്ത് 2 ശരിയായാൽ എത്ര മാർക്ക് കിട്ടും? 2 ശരി, 2 × 4 ദാറ്റ് ഈസ് ഈക്വൽസ് 8 മാർക്ക്. ബാക്കി 8 തെറ്റ്, 8 × -1 8. അപ്പോൾ 0 ആണ് നിങ്ങളുടെ സ്കോർ അല്ലെ. ഇൻ എഫക്റ്റ് നോ ചേഞ്ച്. 2 ശരിയായി 8 തെറ്റായാൽ നോ ചേഞ്ച്, മാർക്കിൽ ചേഞ്ച് വരില്ല. ഇനി ഭാഗ്യത്തിന് 3 ശരിയായാലോ? 3 ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ അഡീഷൻ 4 മാർക്ക് കിട്ടും. അപ്പൊ ചാൻസ് എടുക്കുന്നതല്ലേ ലാഭം? ചാൻസ് എടുക്കുന്നതല്ലേ നല്ല സ്ട്രാറ്റജി? നോക്കുക, ഇതേ സ്ട്രാറ്റജിയാണ് നമ്മൾ ബി പാർട്ടിലും ഫോളോ ചെയ്യേണ്ടത്. ചാൻസ് എടുക്കുന്നതാണ് നല്ല സ്ട്രാറ്റജി. ബി പാർട്ടിൽ ചാൻസ് എടുത്ത് എഴുതിയാൽ, അല്ലെങ്കിൽ ഷുവറിൽ നിന്ന് തെറ്റിയാൽ 2.5 മാർക്ക് വെച്ച് പോകും. ചാൻസ് എടുത്ത് എഴുതുന്നത് തെറ്റിയാൽ 1/2 മാർക്കേ മിസ്സാവത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഷുവർ തെറ്റിയാൽ, അല്ലെ, ഷുവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കുക, ഷുവർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 60 മാർക്ക്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം തെറ്റിയാൽ 5 മാർക്ക് വെച്ച് കുറയും. ചാൻസ് എടുക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചാൻസ് എടുക്കുന്ന ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് -1 വരുള്ളൂ അല്ലെ. ഇത് നമ്മൾ LSIയുടെ സ്ട്രാറ്റജി. ഇതാണ്. കുട്ടികളെ മുഴുവൻ നമ്മൾ ഒരു കാര്യം നിർബന്ധത്തോട് പറയുന്നത്, നിങ്ങൾ മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, ചാൻസ് എടുക്കുക, സ്കോർ വരും. അതെന്തുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, ഇതേ സ്ട്രാറ്റജി അപ്പോൾ സിയിൽ തുടങ്ങുന്നു. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ബിയിലും ഫോളോ ചെയ്യേണ്ടത്. ബിയിലും 35 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, ചാൻസ് എടുക്കുക. നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ അറിയുള്ളൂ എങ്കിലും ചാൻസ് എടുക്കുക
അല്ലേ? അപ്പൊ ചില ആൾക്കാർ പറയും സാറേ അറിയില്ല, അതുകൊണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തു. സി പാർട്ടിൽ എത്രയാണ് അറ്റൻഡ് ചെയ്തു ചോദിക്കുമ്പോൾ പറയും 15 എണ്ണം. സി പാർട്ടിൽ 15ഉം ശരിയാണെങ്കിൽ ആ കുട്ടിക്ക് 60 മാർക്ക്. ബി പാർട്ടിൽ എത്ര അറ്റൻഡ് ചെയ്തു പറയും 12 എണ്ണം. 12ഉം ശരിയാണെങ്കിൽ, ഷുവർ 12 ഉള്ളൂ ബി പാർട്ടിൽ, 12ഉം ശരിയാണെങ്കിൽ കിട്ടുന്ന മാർക്ക് 24 മാർക്ക്, ടോട്ടൽ 84 മാർക്ക്. ക്വാളിഫൈ ചെയ്തില്ല. കട്ട് ഓഫ് അറിയാം, ഏത് കാറ്റഗറി ആണെങ്കിലും 84 മാർക്ക് വന്നാൽ ക്വാളിഫൈ ചെയ്യത്തില്ല. ഷുവർ മാത്രം എഴുതിയാൽ ക്വാളിഫൈ ചെയ്യില്ല. അപ്പൊ ചാൻസ് എടുക്കണ്ടേ? ചാൻസ് എടുത്താൽ JRF കിട്ടും, അല്ലെ? ചാൻസ് എടുത്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ JRF കിട്ടും. ക്ലിയർ ആണോ? സി പാർട്ടിന്റെയും ബി പാർട്ടിന്റെയും സ്ട്രാറ്റജി, ആദ്യം സി പാർട്ട് ദെൻ ബി പാർട്ട്. ഓക്കെ, ഇവിടെയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്ട്രാറ്റജി, അല്ലെ? നിങ്ങൾ നോക്കുക. ഇപ്പൊ സി പാർട്ട് ഞാൻ പറഞ്ഞു, സി പാർട്ടിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് അറിയുന്നത് 15 ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. സി പാർട്ടിൽ ഷുവറായിട്ട് അറിയാവുന്നത് 15 ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ത് ചെയ്യണം? ഈ 15 എണ്ണം അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് അറ്റൻഡ് ദ ഷുവർ ക്വസ്റ്റ്യൻസ് ഫ്രം സി പാർട്ട്. സി പാർട്ടിലെ 15 ഷുവർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ദെൻ കം ടു ബി പാർട്ട്. ബി പാർട്ടിലേക്ക് വരിക. ബി പാർട്ടിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് അറിയുന്നത് 12 ക്വസ്റ്റ്യൻ. അറ്റൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. അതിനുശേഷം എന്തിട്ട് പോവുക? റിട്ടേൺ ടു സി പാർട്ട്. സി പാർട്ടിലെ ചാൻസ് എടുത്തുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ബി പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സി പാർട്ട് ആൻഡ് ബി പാർട്ട് ദെൻ ഓൺലി അറ്റൻഡ് എ പാർട്ട്. അതിനുശേഷം മാത്രമേ എ പാർട്ട് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ബി പാർട്ടും സി പാർട്ടും കഴിഞ്ഞ ശേഷം മാത്രമേ എ പാർട്ട് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സയൻസ് സ്റ്റുഡൻസാണ്, അല്ലേ? ലൈഫ് സയൻസ് സ്റ്റുഡൻസ്, ഞാനിത് പറയുമ്പോൾ ആർക്കും നെഗറ്റീവ് ഫീൽ ചെയ്യേണ്ട. ലൈഫ് സയൻസ് സ്റ്റുഡൻസ് നമുക്ക് മാത്തമാറ്റിക്കൽ എബിലിറ്റി കുറച്ച് കുറവായിരിക്കും. ബയോളജി സ്റ്റുഡൻസിന് പൊതുവെ അല്ലാത്ത ആൾക്കാരുണ്ട്, ഇതിൻ്റെ അകത്ത് എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ഈ പ്രോബ്ലം ഇല്ലാത്ത കുട്ടികളുണ്ട്. പക്ഷേ ജനറലി ബയോളജി സ്റ്റുഡൻസിന് മാത്തമാറ്റിക്കൽ റീസണിങ് കുറച്ച് എബിലിറ്റി കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ആ ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിങ്, ലോജിക്കൽ റീസണിങ് ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എ പാർട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോഴും ഞാൻ പറയുന്ന മുഴുവൻ അറ്റൻഡ് ചെയ്താലേ സ്കോർ കൂടത്തുള്ളൂ. അതെന്താണെന്ന് ലാസ്റ്റ് പറയും. ഓക്കെ, ഇനി അറിയില്ലാത്ത കുട്ടി, അതല്ലേ കൂടുതലും, അല്ലേ? എന്നെ പോലെയുള്ള ആൾക്കാരാണ് കൂടുതലും. എ പാർട്ട് അറിയില്ല, എ പാർട്ട് ചെയ്യാൻ അറിയില്ല, മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ അറിയില്ല, ലോജിക്കൽ റീസണിങ് ഇല്ലാത്ത എന്നെ പോലുള്ള കുട്ടികളാണ് കൂടുതലും, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു തരാം. എൻ്റെ സ്ട്രാറ്റജി, എനിക്ക് എ പാർട്ട് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതിയത്, എക്സാം എഴുതിയ സമയത്ത് എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്തത്, എൻ്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, എ പാർട്ടിൽ സപ്പോസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയാം എന്ന് വിചാരിക്കുക. എ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ നമുക്ക് കിട്ടാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം. എങ്ങനെയോ ഏതെങ്കിലും ഒരു നമ്പർ സീരീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഗർ സീരീസോ ഒക്കെ നിങ്ങൾക്കറിയാം, അല്ലേ? എ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടില്ലേ? 2 മാർക്ക് കിട്ടില്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയോ നമ്മൾക്കറിയാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസോ അല്ലെങ്കിൽ ക്ലോക്കോ എന്തെങ്കിലും, ട്രെയിനിൻ്റെ സ്പീഡോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി എ പാർട്ടിൽ ഒരു അഡീഷണൽ 4 ക്വസ്റ്റ്യൻ ചാൻസ് എടുക്കുക. അഡീഷണൽ 4 ക്വസ്റ്റ്യൻ ചാൻസ് എടുക്കുക. ഈ 4ഉം തെറ്റിയാലും -2, അല്ലേ? ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.5 ആണ് നെഗറ്റീവ്. അപ്പോൾ 4ഉം തെറ്റിയാൽ 2 മാർക്ക് പോകും. ഇൻ എഫക്റ്റ് നിങ്ങളുടെ സ്കോർ 0, നോ ചേഞ്ച്. മനസ്സിലായോ? അപ്പോൾ എ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്ന കുട്ടികൾ ഇൻ അഡീഷൻ 4 ക്വസ്റ്റ്യനും കൂടി അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 4 ക്വസ്റ്റ്യൻ കൂടി അറ്റൻഡ് ചെയ്തിട്ട് ഫുള്ളാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കോർ 0. ഇനി സപ്പോസ് ബൈ ചാൻസ് അതിൻ്റെ അകത്ത് ഒരെണ്ണമെങ്കിലും ശരിയായാലുണ്ടല്ലോ, അല്ലേ? അതിനകത്ത് ഒരെണ്ണമെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലാഭമാണ്. ഇപ്പോൾ എ പാർട്ടിൽ നമ്മളിപ്പോൾ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം അറിയാം, അതിൻ്റെ 2 മാർക്ക്. ഓക്കെ, ഇനി പ്ലസ് 4ൽ ഒരെണ്ണം ശരിയായാൽ അഡീഷണൽ 2 മാർക്കും, 3 തെറ്റിപ്പോയി 1.5, അല്ലേ? നമുക്ക് ലാഭമാണ് 2.5, അര മാർക്ക്, അല്ലെങ്കിൽ ടോട്ടൽ സ്കോർ 2.5 ആയിട്ട് മാറും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ഇട്ടാൽ മതി, റിപ്ലൈ തന്നോളാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പം ഇനി ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്ന കുട്ടിയുടെ കാര്യം ഓക്കെ. 2 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ ഇതേ ലോജിക്ക് ഫോളോ ചെയ്യുക. 2 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 ക്വസ്റ്റ്യൻ അറിയാവുന്ന കുട്ടികൾ അഡീഷണലി 8 ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യുക. ടോട്ടൽ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻ അറിയാം പ്ലസ് 8 ക്വസ്റ്റ്യൻസ് ചാൻസ് എടുക്കുക. 2 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ 8, ഇനി 3 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ ഒന്നും നോക്കണ്ട, പ്ലസ് 12 ക്വസ്റ്റ്യൻസ് ചാൻസ് എടുക്കുക. ഒരു ശരി, ഒരെണ്ണം അറിയാമെങ്കിൽ 4 എണ്ണം ചാൻസ്, 2 എണ്ണം അറിയാമെങ്കിൽ 8 എണ്ണം ചാൻസ്, 3 എണ്ണം അറിയാമെങ്കിൽ 12 എണ്ണം ചാൻസ് എടുക്കുക. മുഴുവൻ അറ്റൻഡ് ചെയ്യുക. സ്കോർ വരും. ഇതാണ് എ പാർട്ടിൻ്റെ സ്ട്രാറ്റജി.
ഓക്കെ, ഇത് എന്തുകൊണ്ട് നോക്കുക, ഇത് പ്രൂവ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയാ. ഇത് പ്രൂവ് ചെയ്ത് നിങ്ങൾ LSL കുട്ടികളോട് ചോദിച്ചാൽ മതി, ഇത് പ്രൂവ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയാ. നമ്മുടെ റിസൾട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ റിസൾട്ട് ഇതാ കുട്ടികൾ, ഇതാണ് നമ്മുടെ റിസൾട്ട് അല്ലേ. 2022 മുതലുള്ള റിസൾട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2022 മുതലുള്ള റിസൾട്ട്, ഈ കഴിഞ്ഞ 3 വർഷത്തെ റിസൾട്ട് മാത്രമാണ് ഈ സ്ലൈഡിലുള്ളത് അല്ലേ. അതിന് മുന്നേ ഉള്ള റിസൾട്ടുകളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ റിസൾട്ടാണ് ഈ ഒരു റിസൾട്ട്. കഴിഞ്ഞ ലാസ്റ്റ് എക്സാം 240 കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തത്. പ്രൂവ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് LSAയുടെ സ്ട്രാറ്റജി. നിങ്ങളിത് ഫോളോ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മുഴുവൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അല്ലേ. ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നു. നോക്കുക, ഒരു എക്സാമിൻ്റെ ടോട്ടൽ സ്കോർ 150 ഔട്ട് ഓഫ് 150, അനദർ എക്സാം ടോട്ടൽ സ്കോർ ഔട്ട് ഓഫ് 200. ഇതിൽ ഏത് എക്സാമിലാണ് മാർക്ക് കൂടുതൽ കിട്ടുക? ഔട്ട് ഓഫ് 150 ആണോ ഔട്ട് ഓഫ് 200 ആണോ മാർക്ക് കൂടുതൽ കിട്ടുക? ഔട്ട് ഓഫ് 150 നിങ്ങൾ എത്ര തുള്ളിക്കളിച്ചാലും നിങ്ങൾക്ക് എത്രയേ കിട്ടുള്ളൂ? മാക്സിമം ഒരു 150 മാർക്കേ കിട്ടൂ. 200 ആണെങ്കിൽ യു ക്യാൻ സ്കോർ മോർ ദാൻ 150. മനസ്സിലായില്ലല്ലേ? അതായത് നോക്കുക, സി പാർട്ടിൽ 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത കുട്ടി, എത്ര മാർക്കിനുള്ളതേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ? എല്ലാം ശരിയാണെങ്കിൽ 60 മാർക്കിനുള്ളതിലേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. സി പാർട്ടിൽ മുഴുവൻ അറ്റൻഡ് ചെയ്ത കുട്ടി, 25 അറ്റൻഡ് ചെയ്ത കുട്ടി 100 മാർക്കിനുള്ളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കാ മാർക്ക് കിട്ടുക? കൂടുതൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കല്ലേ മാർക്ക് കിട്ടുള്ളൂ അല്ലേ. കൂടുതൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കേ മാർക്ക് കിട്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ സ്ട്രാറ്റജി. മുഴുവൻ അറ്റൻഡ് ചെയ്യുക, മുഴുവൻ അറ്റൻഡ് ചെയ്താലേ മാർക്ക് കിട്ടത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് എക്സാം എങ്ങനെ എഴുതണം അല്ലെ, ഓരോ പാർട്ടിലും എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളൊരു സ്ട്രാറ്റജി. ഗെയിം പ്ലാനിൻ്റെ ആദ്യത്തെ സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത സ്ട്രാറ്റജിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.